നമസ്കാരം. ഇത്തമർത്തിച്ചു ഭക്ത്യാ സ്തുതിച്ചു ഗന്ധർവനോടുത്തമപുരുഷനാം ദേവനുമരുൾ ചെയ്തു. സന്തുഷ്ടനായേന്തവ സ്തുത്യാ നിശ്ചല ഭക്ത്യാ ഗന്ധർവശ്രേഷ്ഠ ഭവാൻ മൽപദം പ്രാപിച്ചാലും സ്ഥാനം മേ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്ക നീ മൽപ്രസാദത്തിലാത്താലടോ. അത്രയുമല്ല പുനരെന്നെ അനുഗ്രഹിപ്പാ ഞാൻ സ്തോത്രം ഭക്ത്യാ ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടുമില്ല സംശയമേതും. ഭക്തനാം നിനക്കഥപതന മാമിനി നീവരാ ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ടു ഗന്ധർവശ്രേഷ്ഠൻ മംഗളം വരുവാനായി തൊഴുതു ചൊല്ലിയിടിനാൻ. മുമ്പിലമ്മാറു കാണാം മതംഗാശ്രമം തത്ര സമ്പ്രാതി വസിക്കുന്നു ശബരീ തപസ്വിനി. ത്വൽപാദാംബുജഭക്തി കൊണ്ടേറ്റം പതിവ്രതയായപ്പോഴും ഭവാനെയും ധ്യാനിച്ചു വിമുക്തയായി. അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവളവനീ സുത തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ. ശബര്യാശ്രമ പ്രവേശം. ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടാത്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാം വനത്തോടെ മന്ദം മന്ദം പോയി ചെന്നു ചാരുത ചേർന്ന ശബര്യാശ്രമമകം പൂക്കാൻ. സംഭ്രമത്തോടും മൃത്യുസ്ഥായ താമസീ ഭക്ത്യാ സംഭരിച്ചേതു പാദാംബോരുഹായുഗത്തിങ്കൽ. സന്തോഷപൂർണശ്രു നേത്രങ്ങളോടവളുമായി ആനന്ദമുൾക്കൊണ്ടും പാധ്യാദ്യാസനാദികളെ പോലെ പൂജിച്ചു തൻപാദ തീർത്ഥാഭിഷേകവും ചെയ്തു. ഭോജനത്തിനു വലമൂലങ്ങൾ നൽകിയിടിനാൽ പൂജയും പരിഗ്രഹിച്ച് ആനന്ദിച്ചിരുന്നിതോ രാജീവനേത്രന്മാരാം രാജാനന്ദനന്മാരും. അന്നേരം പന്തി പൂണ്ടു തൊഴുതു ചെന്നാളവൾ ധന്യനായി വന്നേനഹമിന്നു പുണ്യാതിരേകാൽ. എന്നുടേ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടുവാണാൻ. അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നു. പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചോരവകളും എന്നോട് ചൊന്നോരവം രേതുമേ ഖേദിയാതെ തന്നെ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം. പന്നകശായി പരമൻ പുരുഷൻ പരമാത്മാവന്നവതരിച്ചിതോ രാക്ഷസവധത്വദാർത്ഥമായി. നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചുകൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു. വന്നിടുമിവിടേക്കു രാഘവനെന്നാലവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ എന്നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നു നൂനം. വന്നിതവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ. നിന്തിരുവടിയുടെ വരവും പാർത്തു നിന്തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടുകൊള്ളുവാൽ മൽഗുരുഭൂതാന്മാരാം താപസന്മാർക്കു പോലും യോഗം വന്നീലയല്ലോ. ജ്ഞാനമില്ലാതെ ഹീനജാതിയായുള്ള മൂഢ ഞാനിതേനൊട്ടും അധികാരിണിയല്ലയല്ലോ. വാത്മനോ വിഷയം മല്ലാതൊരു ഭവദ്രൂപം കാൺമാനും അവകാശം വന്നതു മഹാഭാഗ്യം. തൃക്കഴലിനകൂപ്പി സ്തുതിച്ചുകൊള്ളുവാനും ഇന്നുൾക്കാമലത്തിലറിയിപ്പാക്കബ്ദയാനിതേ. രാഘവനതു കേട്ടും ശബരിയോട് ചൊന്നാൻ ആകൂലം കൂടാതെ ഞാൻ പറയുന്നതു കേൾ നീ. ശബര്യുപദേശം. പുരുഷ സ്ത്രീ ജാതി നാമാശ്രയമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയേ. ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും. മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമെന്നും
തീർത്ഥസ്നാനാദിതപോദാനദേതാധ്യായനക്ഷേത്രോപാസനയാഗ യാഗാദ്യഖിലകർമ്മങ്ങളാൽ ഒന്നിലാൽ എന്നൊരുത്തിനെയും കണ്ടുകിട്ടുകയില്ല. എന്നെ മൽഭക്തിയൊഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും ഭക്തിസാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവാൻ ഉത്തമേ. കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി മുഖ്യസാധനമല്ലോ സജ്ജനസംഘം. പിന്നെ മൽക്കഥാലാപനം രണ്ടാം സാധനം. മൂന്നാമതും മൽഗുണോ രക്തം. പിന്നെ മദ്ദോജാഖ്യാതൃതത്വം മൽക്കാലാജാതാചാര്യോപാസനാമഞ്ചാമതും പുണ്യശീലത്വം. യമനിയമാദികളോടുമെന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളതാറാമതും മന്മന്ത്രോപാസകത്വമേഴാമതെട്ടാമതും മംഗലശീലേ കേട്ടു ധരിച്ചുകൊള്ളേണം നീ. സർവഭൂതങ്ങളിൽ മന്മതിയുണ്ടാകയും സർവദാ മൻഭക്തന്മാരിൽ പരമാസ്തിക്യവും സർവവാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാനെന്നെപ്പോഴും ഉറയ്ക്കയും മത്തത്വവിചാരം ഏളമ്പതാമതും ഭദ്രേ ചിത്തശുദ്ധിക്കോ മൂലമാദിസാധനം നൂനം ഉക്തമായിതു ഭക്തിസാധനം നവവിധം. ഉത്തമേ ഭക്തി നിത്യമാർക്കുള്ളു വിചാരിച്ചാൽ ത്യജ്യോ നിജനങ്ങൾക്കെന്നാകിലും മൂഢന്മാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനേ മമ തത്വമനുഭൂതിയുണ്ടാം. തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും. തത്ര ജന്മനി മത്യനുത്തമേതബോധനേ. ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ. ഭാഗവതാഢ്യേ ഭവൽപ്രിയേ മുനിപ്രിയേ. ഭക്തിയുണ്ടാകൊണ്ടു കാണായി വന്നിതു തവ മുക്തിയു മടുത്തിതു നിനക്കൂതബോധനെ. ജാനകി മാർഗമറിഞ്ഞിടിയിൽ നീ പറയണം കേനവാ നീതാസീത മൽപ്രിയ മനോഹരീം. രാഘവാക്യമേവം കേട്ടോരു ശബരിയുമാകൂലമകലുവാനാദരാലരുൾ ചെയ്താൾ. സർവവും അറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണ കാരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ സീതാദേവി. ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം. കൊണ്ടുപോയതോ ദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടിതോ ദിവ്യ